Dreamsland Realty. Make your dreams real. ഡ്രീംസ്ലാൻഡ് റിയൽറ്റി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 2016 പ്രകാരം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വസ്തുക്കളുടെ വിലയും മറ്റു വിവരങ്ങളും അതിന്റെ ഉടമസ്ഥൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വസ്തു വാങ്ങും മുമ്പ് വസ്തു നേരിട്ട് വന്ന് കണ്ട് ഉറപ്പുവരുത്തി നിയമപരമായ രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച് അന്തിമ വിലയില്ല വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥനുമായി നേരിട്ട് സംസാരിച്ച് ഉറപ്പിക്കുക. ഡ്രീംസ്ലാൻഡ് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. എല്ലാവർക്കും ഡ്രീംസ്ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി യൂദാപുരം പള്ളിയുടെ അടുത്താണ്. ഇവിടെ ഒട്ടനവധി വീടുകൾ നമ്മൾ ഇതിക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആ വീഡിയോ കാണാത്ത ആളുകൾക്കായിട്ട് ഈ ലൊക്കേഷൻ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. അങ്കമാലിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി, അങ്കമാലി TB ജംഗ്ഷനിൽ നിന്ന് മഞ്ഞപ്രയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് പ്രശസ്തമായ യൂദാപുരം പള്ളി വരുന്നത്. ആ യൂദാപുരം പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ചെറിയ 2 വീടുകൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വീടുകൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. 2 വീടും ഒറ്റ ദിവസം പരിചയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള ജോലിയല്ല. അതുകൊണ്ട് ആദ്യത്തെ വീട് നമുക്ക് ആദ്യം പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ താഴെ കിടക്കുന്ന നമ്പറിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രോപ്പർട്ടി ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ്. 4.5 സെൻറ്റ് സ്ഥലത്തിൽ 1520 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് അപ്രോക്സിമേറ്റ്ലി 600 സ്ക്വയർ ഫീറ്റിലോളം ഒരു ഷീറ്റ് വർക്ക് ചെയ്ത ഒരു ഏരിയ നൽകുന്ന ഒരു ചെറിയ ഒരു പ്രോപ്പർട്ടി. ഒരു ബോക്സി ടൈപ്പ് എന്താ പറയുക, ഒരു മോഡേൺ ലുക്ക് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അതിൻ്റെ ബിൽഡർ കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് അതുപോലെ തന്നെ ഒരു വീടും കൂടി ഇതിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട്. അത് നമുക്ക് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പ് നല്ല ഒരു എലിവേഷൻ. ഇതിൻ്റെ ഫേസിങ് വരുന്നത് വടക്കോട്ടാണ്, നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് ഇതൊരു പ്രൈവറ്റ് റോഡാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു റോഡ്. അത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് അത്യാവശ്യം ഭംഗിയാക്കി ഇട്ടിരിക്കുന്നു. ഡെഡ് എൻഡ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ മറ്റ് ശല്യങ്ങളോ പൊല്യൂഷനോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗേറ്റ് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെ സ്ലൈഡിംഗ് ആയിട്ടുള്ളൊരു ഗേറ്റും അതേപോലെ ഫോൾഡിംഗ് ആയിട്ടുള്ള ചെറിയൊരു ഗേറ്റും കൊടുന്ന് നമ്മൾ ഇതിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നു. മുറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കും ഗ്രേയും കലർന്ന ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച് അത്യാവശ്യം ഭംഗിയായി തന്നെ ആ ഒരു മുറ്റം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. അത്യാവശ്യം 1-2 കാറുകൾ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്കിവിടെ ഉണ്ട്. നിലവിൽ കാർ പോർച്ച് ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് എലിവേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചുകൾ നമുക്ക് ഇവിടെ അനായാസം ചെയ്യാൻ പാകത്തിന് തന്നെയുള്ള സൗകര്യം നമുക്ക് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. ഈ മുറ്റത്തിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇതിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ചെറിയൊരു കിണറാണ്, എന്നാൽ അത്യാവശ്യം നല്ല വെള്ളം ലഭിക്കുന്ന ഒരു കിണർ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നമുക്കിനി ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കാണാം. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചർ വരുന്ന നല്ല ഒരു ഗ്രാനൈറ്റിൽ തന്നെയാണ് ആ ഒരു സിറ്റ് ഔട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നമുക്ക് പത്രമൊക്കെ വായിച്ചിരിക്കാൻ അല്ലെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ ഭാഗത്തിന് ചെറിയ ഒരു തിണ്ണ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളിലും ടെക്സ്ചർ പെയിൻറ്റിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മോഡേൺ ആയിട്ട് കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ വർക്കുകൾ വീടിന് പ്രത്യേക ഒരു ഭംഗി പകരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ LED ലൈറ്റ് പാനലിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ തേക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോറുകളെല്ലാം നിർമ്മിച്ചിട്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡോറിനെ വിശേഷിപ്പിക്കാം. ഇത് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് നല്ല ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ജിപ്സം സീലിങ്ങും LED പാനലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി തന്നെ ആ ഒരു ലിവിങ് ഏരിയ, നമ്മളുടെ വീട്ടിലേക്ക് ഏതൊരു ഗസ്റ്റും ആദ്യം കടന്നു വരുന്ന ഒരു ഏരിയയാണ് ലിവിങ് ഏരിയ. അപ്പോൾ ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു വെൽക്കം കൊടുക്കാൻ പാകത്തിനുള്ള നല്ലൊരു ലിവിങ് ഏരിയ തന്നെ ചെറുതാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ മെഷർമെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം വരുന്നത് 9.61 ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇനി ഇതിൻ്റെ വീതി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ
ഏകദേശം 9.85, അതായത് 9.61 നീളവും 9.85 ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 94.65 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഈ ജിപ്സം സീലിംഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ആ ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നു. അതേപോലെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഒരു മൾട്ടിവുഡിൻ്റെ ഒരു കബോർഡ് വർക്ക് ചെയ്ത് അതും നല്ല ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഈ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന വീടുകളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു ഡൈനിങ് ഏരിയ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഇതിൻ്റെ TV യൂണിറ്റിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് TV വയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ വയറിംഗ് എല്ലാം കൃത്യമായിട്ട് നൽകാവുന്ന രീതിയിലുള്ള വയറിംഗ് പോയിന്റുകളെല്ലാം നൽകി അതിനകത്തും ഒരു ടെസ്റ്റർ പെയിൻറ്റും അതേപോലെ മൾട്ടിവുഡിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നൽകി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു TV യൂണിറ്റ് ഏരിയ ഒരുക്കി വെച്ചിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള 50 ഇഞ്ചിൻ്റെ 52 ഇഞ്ചിൻ്റെ ഒക്കെ TVകൾ വയ്ക്കാൻ പാകത്തിനുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ്ങും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് നല്ല ഒരു വാഷ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡൈനിങ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ആ വാഷ് ഏരിയ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ വാഷ് ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ സെറൈഡയാണ് വാഷ് ബേസിനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടാപ്പാണെങ്കിലും സെറൈഡ തന്നെയാണ്. അതിലൊരു മിററും അതേപോലെ ഒരു മിറർ ലൈറ്റൊക്കെ നൽകി അതിനകത്ത് ഗ്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് എല്ലാം ഓരോ മൈനറായിട്ട് ടവൽ റാഡുകൾ പോലും നല്ല ക്വാളിറ്റിയുള്ള ടവൽ റാഡുകളെല്ലാം വെച്ച് ഒരു കൃത്യമായിട്ട് ഒരു അടക്കും ചിട്ടയിൽ തന്നെ അത് ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സുഖമായിട്ട് ആ ഒരു ഡൈനിങ് സെറ്റ് ചെയ്യാം. ഈ ഡൈനിങ് സെറ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഒരു ഫോർമൽ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ സെറ്റിയും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ഹോളിലുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് വലിയൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ വലിപ്പം നമുക്കൊന്ന് മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 19.47 ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതേപോലെ വീതി വരുന്നത് ഏകദേശം 11.09 സ്ക്വയർ ഫീറ്റാണ്. അതായത് 19.47 നീളവും 11.09 ഫീറ്റ് വീതിയും ഈ ഒരു ഹോളിന് അല്ലെങ്കിൽ ഈ ഡൈനിങ് ഹോളിന് വരുന്നുണ്ട്. 215.92 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഹോളിന് വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിവിങ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ ടൈലുകളുടെ ഒരു കാര്യമാണ്. ഒരു വൈറ്റും ഗ്രേയും ക്രീം കളറൊക്കെ മിക്സ് ചെയ്ത ഒരു ടൈല്, അത് 2x4 ടൈലുകൾ, അതിൽ കൃത്യമായിട്ട് അപ്പോക്സി വർക്കുകളൊക്കെ നൽകി നല്ല ഭംഗിയായി തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതേപോലെ സീലിംഗ് വർക്ക് ഈ ഒരു ഭാഗത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED പാനലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ LED പ്രൊഫൈൽ ലൈറ്റുകൾ തന്നെ കൊടുത്തിരിക്കുന്നതും ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇതിൻ്റെ കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെ പകുതി ഗ്ലാസും പകുതി മരവും ചേർന്ന ഒരു ഡോർ തന്നെ ഇതിൻ്റെ എൻട്രി ആയിട്ട് വരുന്നു. ഇത് കിടന്ന് അകത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ കബോർഡും ഇൻറ്റീരിയറും ചെയ്ത ഒരു കിച്ചൺ. അത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ വെള്ളം വീണ് കംപ്ലൈൻ്റ് ആകുമെന്ന ഒരു പേടിയൊന്നും നമുക്ക് വേണ്ട. അതേപോലെ തന്നെ അകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഫെറോ സിമെൻറ്റ്സ് തന്നെയാണ്. ഫെറോ സിമെൻറ്റ്സിൽ അലൂമിനിയം കബോർഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു വാഷ് ബേസിൻ കാണാൻ പറ്റും. അതേപോലെ സെറയുടെ നല്ല ഒരു ടാപ്പ് കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു ബഡ്ജറ്റിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതേപോലെ പ്ലഗ് പോയിന്റുകൾ, ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്ലഗ് പോയിന്റുകളും അതേപോലെ മറ്റ് സിസ്റ്റത്തിനുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി എക്സോസ്റ്റ് ഫാനും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കാനുള്ള ഇലക്ട്രിക് ചിമ്മിണിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളും ഈ ഭാഗത്ത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. അതേപോലെ ഡ്രോയിങ് കബോർഡ്സും എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു കിച്ചണിൽ ഒരുക്കി വെച്ചിരിക്കുന്നു.
ചെറുതാണെങ്കിലും അത് അത്യാവശ്യം ഭംഗിക്ക് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ആ മുറ്റത്ത് വിരിച്ച പോലെ തന്നെയുള്ള ബ്ലാക്കും ഗ്രേയും ചേർന്ന ഇതൊക്കെ വിരിച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു പുറകു മുറ്റം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ ചെറിയ രീതിയിൽ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പാകത്തിന് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു വേസ്റ്റ് ഡിസ്പോസൽ ബിന്നും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുഡ് വേസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കതിൽ അനായാസം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇനി ഈ കിച്ചണിൻ്റെ വലിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യേണ്ടത് ഫുള്ളി ലോഡഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടൊരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 10.77 ആണ്. 10.77 ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇനി ഇതിൻ്റെ വീതി നമുക്ക് നോക്കുമ്പോൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ വീതി ഏകദേശം 7.86. അപ്പോൾ ഇതിന് നീളം വരുന്നത് 10.77 നീളം വരുന്നത് ഏകദേശം 7.86 ഇതിൻ്റെ വീതി വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് കിടക്കാം. ഈ വീടിന് മൊത്തം 3 ബെഡ്റൂമുകളാണുള്ളത്. 3 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമാണുള്ളത്. താഴെ 2 ബെഡ്റൂമും മേളിലൊരു ബെഡ്റൂമും പ്ലസ് ഒരു സ്റ്റഡി റൂമുമാണ് ഈ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ താഴത്തെ ഈ ഒരു ബെഡ്റൂം നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ കയറി വരുമ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള 2-4 ടൈലുകൾ, അതിൽ കൃത്യമായിട്ട് അപ്പോക്സി വർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ ആ ഒരു ബെഡ്റൂം ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ബെഡ്റൂമിനൊക്കെ. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം കബോർഡ്സ് സെറ്റ് ചെയ്ത് നല്ല ഒരു കബോർഡ് വർക്കുകളും മറ്റു കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു മിററും ഒരു ഡ്രസ്സിംഗ് ടേബിളും മറ്റു കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ നീളവും വീതിയും മെഷർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വീതി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 9.98, ഏകദേശം 10 അടിക്ക് അടുത്ത് ഇതിൻ്റെ വീതി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 15.78, അതായത് 9.98 വീതിയും 15.78 ഇതിൻ്റെ നീളവും വരുന്നു. 157.48 സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ഈ ഒരു റൂമിൻ്റെ മൊത്തം വിസ്തീർണമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഈ ഒരു കോർണറിലായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. 2-4 ഫ്ലോറിൻ ടൈലുകൾ തന്നെ ഒട്ടിച്ച് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നോക്കി കഴിഞ്ഞാൽ ക്ലോസറ്റും മറ്റ് വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം തന്നെ സെറയുടെയാണ്. അതേപോലെ ടാപ്പും അതും ഡൈവേർട്ടറും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് സെറയുടെ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണ് കാണാനുള്ളത്. അപ്പോൾ അത് വരുന്നത് നമ്മൾ ആ കയറി വരുന്ന ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും വലിപ്പം ഏകദേശം നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു ബഡ്ജറ്റ് വീടുകളിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബെഡ്റൂമുകൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നേരത്തെ കണ്ട പോലെ തന്നെ 10 അടി ഓളം ഇതിൻ്റെ വീതി വരുന്നുണ്ട്. നീളം വരുമ്പോൾ നീളം ഏകദേശം 14.90, ഏകദേശം 149 സ്ക്വയർ ഫീറ്റ് ഇതിനു വേണ്ടി ഈ മാറ്റി വെച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നല്ല ഒരു മിററും ലൈറ്റും അതേപോലെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് നല്ല മനോഹരമായ ഒരു കബോർഡ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് നമ്മളുടെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കിടക്കാനുള്ള എൻട്രൻസ് വരുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു ബാത്റൂം, താരതമ്യേന വലിപ്പമുള്ള ഒരു ബെഡ്റൂം, അത്യാവശ്യം ബെഡ്റൂം പോട്ടെ ബാത്റൂം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സെറയുടെയാണ് ഫിറ്റിങ്ങുകളെല്ലാം വന്നിരിക്കുന്നത്. ബാത്റൂം മീൻസ് ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ടാപ്പുകളാണെങ്കിലും എല്ലാം തന്നെ വന്നിരിക്കുന്നത് സെറയുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ടതില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ബെഡ്റൂമിൻ്റെ ആ ഒരു ബാത്റൂമിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ അപ്സ്റ്റെയർ കാഴ്ചകളാണ്, 1ാം നിലയിലെ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയറിൻ്റെ ടോപ്പെല്ലാം നമ്മൾ ആ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ കണ്ട ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡിൽസ് എല്ലാം ഒരു റെഡിമെയ്ഡ് ഒരു കാല് നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് സ്റ്റീലിലാണ് ഇതിൻ്റെ ഹാൻഡിൽസ് പോകുന്നത്.
അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ലാൻഡിങ് ഏരിയയിലേക്കാണ് വരുന്നത്. എൻ്റെ ഈ വലത് ഭാഗത്ത് സ്റ്റഡി റൂമും അതുപോലെ ഇടത് ഭാഗത്തായിട്ട് മേളിലത്തെ ഒരു ബെഡ്റൂമുമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. എനിക്ക് പുറകുവശത്തായിട്ട് മനോഹരമായ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് മേളിലത്തെ ഒരേ ഒരു ബെഡ്റൂം, ആ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ എൻ്റെ ഈ ഇടത്ത് ഭാഗത്ത്, നമ്മൾ നടന്നു വരുമ്പോൾ വലത്ത് ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ താഴെ കണ്ട പോലത്തെ സിമിലർ ബെഡ്റൂം, ഒരു വ്യത്യാസമില്ല. താഴെ കണ്ട രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ പാരലലായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ നീളവും വീതി അളക്കേണ്ടതില്ല, കാര്യം ഇതിൻ്റെ വീതി മിക്കവാറും അല്ല 10 അടി വീതിയും 15 അടിയോളം നീളവുമായിരിക്കും വരിക. ഏകദേശം കറക്റ്റ് 10.1 ഇതിൻ്റെ വീതി വരുന്നത്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 15 ഫീറ്റിനടുത്ത് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 15.12 ഇതിൻ്റെ നീളം വരുന്നത്. ഏകദേശം 151 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ നല്ല ഒരു കബോർഡ് കാണാം. അവിടെയായിട്ട് നല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. താഴെ കണ്ട പോലെ തന്നെയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സെറയുടെയാണ് ഫിറ്റിങ്ങുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നു, ഈ ഒരു ബഡ്ജറ്റ് വീടുകളിൽ ഒരു താരതമ്യേന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നത്. ഇതിനെ ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എനിവേ ഇതിൻ്റെ ഒരു നീളവും വീതിയും നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 9.96 വീതി വരുന്നത് ഏകദേശം 9.62. അതായത് നമ്മൾ താഴെ കണ്ട ലിവിങ് ഏരിയയുടെ ടോപ്പായിട്ടുള്ള ഒരു ഏരിയ, അതിനെ ഒരു സ്റ്റഡി റൂം പോലെ വെച്ചിരിക്കുന്നു. സ്റ്റഡി റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ ഇനി വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ടോ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. ബാത്റൂം ഇല്ല എന്നൊരു കുറവ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഇതിൻ്റെ ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്ക് വരുന്നു. നമ്മൾ ആ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ആ ഒരു സ്റ്റീലിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സേഫായിട്ട് അവരെ ഇറക്കാൻ പാകത്തിനുള്ള ഒരു ഗ്രില്ല് വർക്കുകളും മറ്റു കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ചെറിയൊരു ബാൽക്കണി, അത്യാവശ്യം നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ബാൽക്കണി എന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് പോകാനുള്ളത് ഈ വീടിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ പറഞ്ഞു 1525 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ വിശാലമായ ഈ ഒരു ഏരിയ ഇതിൻ്റെ നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ പെടുന്നില്ല. പക്ഷേ അത് നല്ല രീതിയിൽ ഷീറ്റ് വർക്കും അതേപോലെ താഴെ നല്ല രീതിയിൽ ഫ്ലോറിംഗ് എല്ലാം ചെയ്ത് നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പാകത്തിന് ഈ ഒരു ഏരിയ മാറ്റി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റോളം ഈ ഒരു ഏരിയ തന്നെ വരുന്നുണ്ട്. ഞാൻ പറയുന്ന 525 സ്ക്വയർ ഫീറ്റിൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന ഈ 600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ. അതിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായത്, യൂട്ടിലിറ്റി ഏരിയ എല്ലാ വീടുകളിലും ഉണ്ട്, പക്ഷേ എനിക്ക് ആകർഷണീയമായി കാണുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലക്കുകല്ല്, റെഡിമെയ്ഡായിട്ടുള്ള ഒരു അലക്കുകല്ല്. ഈ അലക്കുകല്ലിൽ അലക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഇവിടെ നല്ല രീതിയിലൊരു ബീഡിങ് കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്ലഗ് പോയിൻ്റ്, ടാപ്പ്, അതിൻ്റെ വേസ്റ്റ് വാട്ടർ പോലുള്ള ഒരു ഏരിയ, കൈ കഴുകാനൊക്കെ ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പല പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. പല പർപ്പസിന് ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്താൻ പാകത്തിനുള്ള നല്ല സൗകര്യത്തിൽ തന്നെ ഈ ഒരു ഏരിയ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കമാലിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി യൂദാപുരം പള്ളിയുടെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി 1525 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. ഹോം ലോണും മറ്റു കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്, ലീഗലെല്ലാം പക്ക ക്ലിയർ ആണ്. കാര്യം ഈ ഒരു പ്ലോട്ടിൽ വരുന്ന മറ്റ് പ്രോപ്പർട്ടികൾക്കെല്ലാം നമ്മൾ ഹോം ലോൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹോം ലോൺ എല്ലാം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 68 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളൊക്കെ ആയിരിക്കാം. അതെല്ലാം നിങ്ങൾ ഈ പ്രോപ്പർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ വഴിയല്ല, നേരിട്ട് ഓണർ വഴി സംസാരിക്കാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരെ താഴെ കിടക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. 7012906660 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഡ്രീംസ് ലാൻഡ് എപ്പോഴും നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിട്ട് എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.